1 കപ്പ് തൈരിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വാദിനനുസരിച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പുതിനയില നല്ലപോലെ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് 1/4 കപ്പ് ഗ്രീൻ പീസ്, 2 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കുക. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസിന് പകരം ചിക്കനോ മട്ടനോ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഇനി 15 മിനിറ്റ് കഴിയുമ്പോൾ ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ 1 ടേബിൾ സ്പൂണ് എണ്ണയോ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 2 മിക്സ് ചെയ്ത് വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് 2 വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത വെജിറ്റബിൾ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് ബാസ്മതി റൈസോ കൈമ റൈസോ കുക്ക് ചെയ്തത്, പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞതും, പിന്നെ ഞാൻ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസോ കേവര വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് ഒരു 5 മിനിറ്റ് ദമ്മ് ചെയ്യണം. സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്.